നിങ്ങൾ ഗേൾസിനൊരു കാര്യം പറയട്ടെ, നമ്മൾ കുറച്ച് ഫൈറ്റിംഗ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വാട്സാപ്പിൽ ഹായ് സുഖാണോ കണ്ടാക്കാണോ സെക്സ് ചാറ്റ് ഉദ്ദേശിച്ച് കണ്ടമാനം മെസ്സേജ് വരാറ്. നിങ്ങൾ അവരെയൊക്കെ ബ്ലോക്ക് ആക്കി വിടാറ്. പക്ഷെ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ നമ്പർ എങ്ങനെ അവർക്ക് കിട്ടിയത്? അതൊന്ന് അന്വേഷിക്കും. ഇന്ന് ഫൈറ്റിംഗ് ഗ്രൂപ്പിൽ കേസ് വന്നു. ഞങ്ങൾ ആ മെസ്സേജ് ഇട്ടവരെ പിടിച്ച്, അവൻ നമ്പർ കൊടുത്തവരെ പിടിച്ച്, അവൻ നമ്പർ കൊടുത്തവരെ പിടിച്ച്, അങ്ങനെ ഒരു ചെയിൻ പോലെ പോയി ചെന്ന് നിർത്തിയത് ആ പെൺകുച്ചിന്റെ കൂടെ പഠിച്ച് വരുത്തവന്റെ എന്താണ് അവളുടെ പിക്ക് അവിടെ അഴിഞ്ഞിട്ട്. അതായത് നിങ്ങൾ ചങ്കാണ് കരലാന്ന് എഴുതി തോളത്ത് കയറ്റോടെ പലരുമാണ് എല്ലാത്തിനും പിന്നീട് വരാൻ ചാൻസ്. ഒരു പക്ഷേ തേച്ചവരാവാം, ചെറിയ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാവാം. പക്ഷെ അത് വലിയ വിഷയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വന്നൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ വിട്ടുകളയാതെ പേരൻസ് ആയിട്ടോ ചേട്ടനായിട്ടോ കെട്ടിയവരായിട്ടോ ഷെയർ ചെയ്യും. ആ നമ്പർ എങ്ങനെ വന്നു? എത്രയോ ഗ്രൂപ്പുള്ള നമ്പറാണ് കറങ്ങണ്ടാവും. ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. വല്ലാത്തൊരു വിഷയമാണ്. ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട എവിഡൻസ് ഞാൻ കൂടെ വെച്ചിട്ടുണ്ട്. ഒരു 10-15 ഗേൾസിൻ്റെ നമ്പർ സെക്സ് ചാറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വാട്സാപ്പിൽ കോണ്ടാക്റ്റായി കിടന്ന് കറങ്ങുന്നുണ്ട്. അത് ഷെയർ ചെയ്യപ്പെടുന്നതോ ഫേസ്ബുക്കിലെ പല ഫേക്ക് ഗ്രൂപ്പുകളിൽ നിന്നാണ്. എല്ലാവരുടെ അക്കൗണ്ടും ഫേക്കാണ്. ഏതായാലും ഞങ്ങളൊരു ഗ്രൂപ്പ് പൂട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ഗേൾസിൻ്റെ റോങ് ആയിട്ടുള്ള കണ്ടമാനം പിക്സും നമ്പറൊക്കെ കടന്ന് നല്ല